ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ബിഗിനേഴ്സ് ആയിട്ടുള്ള അക്കൗണ്ടൻസിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സെഷനിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് GST അല്ലെങ്കിൽ വാറ്റ് റിട്ടേൺ ഏതൊക്കെയാണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടതെന്നാണ്. നമുക്കറിയാം ഇന്ത്യയിലാണെങ്കിൽ GST ആണ്, പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ UAE, സൗദി, ഒമാൻ പോലുള്ള കൺട്രീസിൽ നമ്മൾ ഫയൽ ചെയ്യേണ്ട റിട്ടേൺ ആണ് വാറ്റ് റിട്ടേൺ. അപ്പം ആദ്യം നമുക്ക് ഇന്ത്യയിലെ കേസ് നോക്കാം. ഇന്ത്യയിൽ നമ്മൾ ഫയൽ ചെയ്യേണ്ട റിട്ടേൺ ആയിട്ട് ആദ്യം പറയുന്നത് GSTR 1 ആണ്. ഇത് നമ്മുടെ സെയിൽസിന് ഡാറ്റയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇത് ഫയൽ ചെയ്യുന്നത് രജിസ്റ്റേർഡ് റെഗുലർ ടാക്സ് പേയേഴ്സ് ആണ്. നമുക്കറിയാം റെഗുലർ, കോമ്പോസിഷൻ, അങ്ങനെ കുറച്ച് സ്കീംസ് ഉണ്ട്. അതിൽ റെഗുലർ കാറ്റഗറിയിൽ വരുന്നവരാണ് ഇത് ഫയൽ ചെയ്യുന്നത്. ഇതിന്റെ ഫയലിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് മന്ത്ലി ഉണ്ട്, ക്വാർട്ടർലി ഉണ്ട്. നമ്മൾ ഇതിന്റെ ഡ്യൂ ഡേറ്റ് ആയിട്ട് പറയുന്നത് 11th ആയിരിക്കും റെഗുലർ പേയേഴ്സിന്. അതേപോലെ തന്നെ ക്വാർട്ടർലി ഫയലിംഗും മന്ത്ലി പേയ്മെന്റ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് 13th ആണ്. അടുത്തത് GSTR 3B ആണ്. 3B ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് സെയിൽസും പർച്ചേസും ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ ടാക്സ് പേ ചെയ്യുന്ന ഒരു സിറ്റുവേഷനും ഇവിടെയാണ് വരുന്നത്. ഇതും രജിസ്റ്റേർഡ് റെഗുലർ ടാക്സ് പേഴ്സിനാണ് ആപ്ലിക്കബിൾ ആവുന്നത്. ഇത് നമ്മൾ ഫയലിംഗ് ഫ്രീക്വൻസി പറയുന്നത് മന്ത്ലി ഉണ്ട്, ക്വാർട്ടർലി ഉണ്ട്. ഇത് നമുക്ക് 20, 22, 24th ഓഫ് ദ ഫോളോയിങ് മന്ത് ആയിട്ടാണ് ഡ്യൂ ഡേറ്റ് പറയുന്നത്. ദെൻ GSTR 4. GSTR 4 കോമ്പോസിഷൻ സ്കീം ഒപ്റ്റ് ചെയ്തിരിക്കുന്നവരുടെ ആനുവൽ റിട്ടേൺ ആണ്. ഇതിന്റെ ഡ്യൂ ഡേറ്റ് ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 30th April ആണ്. ദെൻ GSTR 5. ഇത് ഫയൽ ചെയ്യേണ്ടത് നോൺ റെസിഡന്റ് ടാക്സിബിൾ പേഴ്സൺസ് ആണ്. ഫയലിംഗ് ഫ്രീക്വൻസി മന്ത്ലി ആണ്. ഇത് 13th ഓഫ് ദി ഫോളോയിങ് മന്ത് ആണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. അടുത്തത് GSTR 6 ആണ്. ഇത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് ഫയൽ ചെയ്യുന്നത്. മന്ത്ലി ആണ് അതിന്റെ ഫയലിംഗ് ഫ്രീക്വൻസി. അതിന്റെ ഡ്യൂ ഡേറ്റ് 13th ഓഫ് ദി ഫോളോയിങ് മന്ത് ആണ്. ദെൻ അടുത്ത് വന്നിട്ട് GSTR 7 ആണ്. ഇത് GSTന്റെ അണ്ടറിൽ TDS ഡിഡക്ട് ചെയ്യുന്നവരാണ് ഫയൽ ചെയ്യേണ്ടത്. ഇത് മന്ത്ലി ആണ് ഫയൽ ചെയ്യേണ്ടത്. ഇതിന്റെ ഡ്യൂ ഡേറ്റ് 10th ഓഫ് ദി ഫോളോയിങ് മന്ത് ആണ്. അടുത്ത റിട്ടേൺ GSTR 8 ആണ്. ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് TCS കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരാണ് ഇത് ഫയൽ ചെയ്യേണ്ടത്. മന്ത്ലി ആണ് ഫയൽ ചെയ്യേണ്ടത്. അതിന്റെ ഡ്യൂ ഡേറ്റ് 10th ഓഫ് ദി ഫോളോയിങ് മന്ത് ആണ്. അടുത്തത് GSTR 9 ആണ്. ഇത് നമ്മുടെ റെഗുലർ ടാക്സ് പേയേഴ്സിന്റെ ആനുവൽ റിട്ടേൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് ഫയൽ ചെയ്യേണ്ടത് 2 കോടിയിൽ മുകളിൽ ടേൺ ഓവർ ഉള്ളവരാണ് ഇത് ഫയൽ ചെയ്യേണ്ടത്. ആനുവൽ ആയിട്ട് ഇത് ഫയൽ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതിന്റെ ഡ്യൂ ഡേറ്റ് പറയുന്നത് 31st December ഓഫ് ദി നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ എന്നാണ് പറയുന്നത്. ഇനി GSTR 9C ഒരു ഓഡിറ്റ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റും കൂടെ ഫയൽ ചെയ്യണം. 5 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ള റെഗുലർ ടാക്സ് പേയേഴ്സ് മാത്രം. ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി ഇത് ക്വാർട്ടർലി ഫയലേഴ്സിനാണ് അപ്ലിക്കബിൾ ആവുന്നത്. ഇതിന്റെ പീരീഡും മന്ത്ലി ആണ്. ഇതിന്റെ ഡ്യൂ ഡേറ്റ് 13th ഓഫ് ദി ഫോളോയിങ് മന്ത് ആയിരിക്കും. ഈ സ്റ്റേറ്റ്മെന്റ് കം ചെലാൻ ഫോർ കമ്പോസിഷൻ സ്കീമുകൾ ഫയൽ ചെയ്യേണ്ട ഒരു റിട്ടേൺ ഉണ്ട്, CMP 08 എന്ന് പറഞ്ഞിട്ട്. ഇത് അപ്ലിക്കബിൾ ആവുന്നത് ക്വാർട്ടർലി ഫയലിംഗിനായിരിക്കും. അതേപോലെ തന്നെ 18th ഓഫ് ദി മന്ത് ഫോളോയിങ് ക്വാർട്ടർ ആയിരിക്കും ഇത് അപ്ലിക്കബിൾ ആവുന്നത്. ഇനി നമുക്ക് UAEയിലെയും സൗദിയിലെയും അതേപോലെ തന്നെ ഒമാനിലെയും വാറ്റിന്റെ ഫയലിന്റെ ഡ്യൂ ഡേറ്റ്സും കൂടെ നോക്കാം. ഇവർ ഫയൽ ചെയ്യേണ്ട ആദ്യം UAEയിൽ നോക്കുകയാണെങ്കിൽ റിട്ടേൺ നെയിം VAT 201 എന്നുള്ളതാണ്. അതിൽ ഫയലിംഗ് ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടറിൽ നമുക്ക് ഒപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ മന്ത്ലി ഒപ്റ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ മന്ത്ലി തന്നെ ഈ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഡ്യൂ ഡേറ്റ് 28th ഓഫ് ദി ഫോളോയിങ് മന്ത് ആയിരിക്കും. ടാക്സ് അതോറിറ്റി എന്ന് പറയുന്നത് ഫെഡറൽ ടാക്സ് അതോറിറ്റിയാണ്. സൗദിയിലേക്ക് വരുന്ന സമയത്ത് വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് മന്ത്ലി ആണ്. അതേപോലെ തന്നെ ക്വാർട്ടർലി ഉണ്ട്. ക്വാർട്ടർലി വരുന്ന സമയത്ത് അതിന്റെ ആ ഒരു സെയിൽസ് എമൗണ്ടിന് ലിമിറ്റ് ഇവിടെ വരുന്നുണ്ട്. ഇതിന്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേ ഓഫ് ദി ഫോളോയിങ് മന്ത് ആണ്. നമ്മൾ ടാക്സ് അതോറിറ്റി എന്ന് പറയുന്നത് സാറ്റ്കയാണ്. ഇനി ഒമാനിലേക്ക് വരുന്ന സമയത്ത് വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഡേറ്റ് പറയുന്നത് എൻഡ് ഓഫ് ദി ഫോളോയിങ് മന്ത് ആണ്. ഒമാൻ ടാക്സ് അതോറിറ്റിയാണ് നമ്മൾ ഈ ഒരു ടാക്സിന്റെ അതോറിറ്റി ആയിട്ട് പറയുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ഈ ഒരു നമ്മൾ അക്കൗണ്ടന്റ് ആയിട്ട് ചെല്ലുന്ന സമയത്ത് ഈ ഡ്യൂ ഡേറ്റ്സ് എല്ലാം ഓർത്ത് വെക്കാനും ഈ ഒരു സമയത്ത് വാറ്റ് റിട്ടേൺ അല്ലെങ്കിൽ GST റിട്ടേൺ പ്രിപ്പയർ ചെയ്യാനും അതിന്റെ പേയ്മെന്റ്സ് ഒക്കെ ഗവൺമെന്റിലേക്ക് അടയ്ക്കാനും കറക്റ്റ് സമയത്ത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാനും നമ്മൾ പഠിച്ചിരിക്കണം.